നമസ്കാരം. നീലകേശ് മഠം ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഒക്ടോബർ 9 മുതൽ സംഭവിക്കുന്ന ശുക്രന്റെ രാശിമാറ്റം ഇടവം, മിഥുനം, കന്നി, വൃശ്ചികം, മകരം, കുംഭം എന്നീ 6 രാശിക്കാർക്ക് നൽകുന്ന അത്ഭുതകരമായ ഗുണഫലങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത്. ഓരോ ഗ്രഹങ്ങളുടെയും സ്ഥാനചലനങ്ങൾ, രാശിമാറ്റങ്ങൾ എന്നിവ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകാറുണ്ട്. ചിലപ്പോൾ അത് ഗുണകരമാവാം, മറ്റു ചിലപ്പോൾ ദോഷകരവുമാകാം. ജ്യോതിഷത്തിൽ ശുക്രന് വലിയ സ്ഥാനമാണ് ഉള്ളത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ സന്തോഷം, പ്രണയം, വിവാഹം, സാമ്പത്തിക ഉന്നതി, കലാപരമായ കഴിവുകൾ എന്നിവയെല്ലാം നിയന്ത്രിക്കുന്നത് ശുക്രനാണ്. ശുക്രൻ അനുകൂലമായ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുമെന്നാണ് പറയാറുള്ളത്. ഒക്ടോബർ 9 സംഭവിക്കുന്ന ഈ രാശിമാറ്റം ചില നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ നാടകീയമായ മാറ്റങ്ങൾക്കാണ് വഴിയൊരുക്കുന്നത്. കാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരുന്ന ദുരിതങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും ഒരു അറുതി വരുന്ന സമയമാണ്. ആ ഭാഗ്യരാശിക്കാർ ആരെല്ലാമാണ്? അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം സൗഭാഗ്യങ്ങളാണ് വരുവാൻ പോകുന്നത്? നമുക്ക് ഇതെല്ലാം വിശദമായി പരിശോധിക്കാം. ഒന്നാമത്തെ രാശി ഇടവം രാശിയാണ്. ഇടവം രാശിയിലെ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രങ്ങളിൽ ജനിച്ച ഇടവം രാശിക്കാർക്ക് സുവർണ കാലഘട്ടമാണ് വരുവാൻ പോകുന്നത്. ശുക്രൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം വാരി വിതറുന്ന സമയമാണ്. ഇടവം രാശിക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സാമ്പത്തികമാണ്. നിങ്ങളെ അലട്ടിയിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് പൂർണ്ണമായ ഒരു പരിഹാരം ഈ കാലയളവിൽ ഉണ്ടാകും. കിട്ടാക്കടങ്ങൾ തിരികെ ലഭിക്കും. ജോലിയിൽ ശമ്പള വർധനവിന് ഇടയുണ്ട്. ഭാഗ്യപരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ ധനലാഭം ഉണ്ടാകും. വരവിനനുസരിച്ച് ചിലവുകൾ ഉണ്ടാകുമെങ്കിലും പണത്തിന് ഒരു മുട്ടും വരാത്ത രീതിയിലുള്ള സമയമാണ്. കുടുംബത്തിൽ നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങൾക്കെല്ലാം ഒരു പരിഹാരമാകും. അഭിപ്രായ വ്യത്യാസങ്ങൾ മാറി പരസ്പരം സ്നേഹവും ബഹുമാനവും ഉണ്ടാകും. വീട്ടിൽ സമാധാനവും സന്തോഷവും കളിയാടും. മംഗളകരമായ കാര്യങ്ങൾ നടക്കുവാനും ഇടയുണ്ട്. അകന്നു കഴിഞ്ഞിരുന്ന കുടുംബാംഗങ്ങൾ ഒന്നിച്ചു ചേരുവാനും ഈ സമയം വഴിയൊരുക്കും. അതുപോലെ സ്വന്തമായി ഒരു തുണ്ടു ഭൂമി അല്ലെങ്കിൽ ഒരു വീട് എന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആ സ്വപ്നം സഫലമാകുന്ന സമയമാണ്. ഭൂമി സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. പുതിയ വീട് വാങ്ങുവാനോ നിലവിലുള്ള വീട് പുതുക്കി പണിയാനോ മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണം പൂർത്തിയാക്കാനോ ഒക്കെ സാധിക്കുന്ന സമയമാണ് ശുക്രൻ രാശി മാറുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത്. കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് സന്താന ഭാഗ്യത്തിന് യോഗമുണ്ട്. കുട്ടികളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ മാറി അവർക്ക് എല്ലാവിധ ഉയർച്ചയും ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും മികച്ച വിജയം നേടുവാനും സാധിക്കും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ മാറുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്കും അനുയോജ്യമായ ബന്ധങ്ങൾ വന്നു ചേരും. ചുരുക്കത്തിൽ ഇടവം രാശിക്കാർക്ക് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരു പോസിറ്റീവ് മാറ്റം കൊണ്ടുവരുന്ന സമയമാണ്. ഇനി നമുക്ക് അടുത്ത ഭാഗ്യരാശിയായ മിഥുനത്തിലേക്ക് കടക്കാം. മകീരം, തിരുവാതിര, പുണർദം നക്ഷത്രങ്ങളിൽ ജനിച്ച മിഥുനം രാശിക്കാർക്ക് ശുക്രന്റെ ഈ രാശിമാറ്റം നൽകുന്നത് ശാരീരികവും മാനസികവുമായ ഉണർവാണ്. കുറച്ചുകാലമായി നിങ്ങളെ അലട്ടിയിരുന്ന ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് ഒരു ശമനമുണ്ടാകും. ശരീരത്തിന് പുതിയൊരു ഉണർവും ഉന്മേഷവും ലഭിക്കും. മാനസികമായി നിലനിന്നിരുന്ന പിരിമുറുക്കങ്ങൾ, ആശങ്കകൾ എന്നിവയെല്ലാം അകന്നു പോകും. മനസ്സിന് സന്തോഷവും സമാധാനവും ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. അമ്മയിൽ നിന്നും അപ്രതീക്ഷിതമായ സഹായങ്ങളും നന്മകളും നിങ്ങളെ തേടിയെത്തും. അമ്മയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം മാറി സ്നേഹബന്ധം ദൃഢമാകും. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനെ സാധിക്കുന്നതാണ്. ഭൂമി സംബന്ധമായ ഇടപാടുകൾ ലാഭകരമായി പൂർത്തിയാക്കുവാൻ കഴിയും. പാതി വഴിയിൽ മുടങ്ങിക്കിടന്ന വീടുപണി പുനരാരംഭിച്ച് മനോഹരമായി പൂർത്തിയാക്കുവാൻ ഈ സമയം നിങ്ങളെ സഹായിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് തൊഴിലിൽ വലിയ പുരോഗതി ഉണ്ടാകുന്നതാണ്. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നുചേരും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും
തീർത്ഥാടനങ്ങൾ നടത്താനും യോഗമുണ്ട്. വിദേശത്ത് താമസിക്കുന്ന മക്കളുടെ അടുത്തേക്ക് പോകുവാനും അവരോടൊപ്പം താമസിക്കുവാനും ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്ക് ആ ആഗ്രഹം സഫലമാകുന്നതാണ്. സാമ്പത്തികമായി നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. മക്കളാൽ സന്തോഷവും സമാധാനവും ലഭിക്കും. അവരുടെ ഉയർച്ചയിൽ നിങ്ങൾക്ക് അഭിമാനിക്കുവാൻ സാധിക്കുന്ന സമയമാണ്. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സുഖാനുഭവങ്ങളുടെയും സന്തോഷത്തിന്റെയും ഒരു കാലഘട്ടമാണ് വരാനിരിക്കുന്നത്. ഭാഗ്യവും കർമ്മപരമായ നേട്ടങ്ങളുമാണ് കന്നിരാശിക്കാരെ കാത്തിരിക്കുന്നത്. ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതർക്ക് ശുക്രന്റെ ഈ മാറ്റം തൊഴിൽപരമായും സാമ്പത്തികപരമായും വലിയ ഉയർച്ചകൾ നൽകുന്നതാണ്. ഇത്രയും കാലം നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജോലി നിങ്ങളെ തേടിയെത്തും. നിലവിലുള്ള ജോലിയിൽ സ്ഥാനക്കയറ്റം, ശമ്പള വർധനവ്, ആഗ്രഹിച്ച സ്ഥലത്തേക്ക് മാറ്റം എന്നിവയെല്ലാം പ്രതീക്ഷിക്കാം. നിങ്ങളുടെ പരിശ്രമത്തിന് അംഗീകാരം ലഭിക്കുന്ന സമയമാണ്. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഇത് വളരെ അനുകൂലമായ സമയമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ലാഭം നേടുവാൻ സാധിക്കും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ സമയമാണ് വരുവാൻ പോകുന്നത്. പങ്കാളിത്ത ബിസിനസ്സുകളിൽ നിന്നും നേട്ടങ്ങൾ വരുന്നതാണ്. കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നവർക്ക് വലിയ ആശ്വാസം ലഭിക്കും. അപ്രതീക്ഷിതമായ വഴികളിലൂടെ പണം വന്നു ചേരും. കടബാധ്യതകൾ തീർക്കുവാനും സാമ്പത്തികമായി ഒരു സ്ഥിരത കൈവരിക്കുവാനും സാധിക്കും. കുടുംബത്തിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കാനും യോഗമുണ്ട്. മുടങ്ങിക്കിടന്ന വിവാഹ ആലോചനകൾ പുരോഗമിക്കുകയും നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കുകയും ചെയ്യും. ഗൃഹപ്രവേശം പോലുള്ള ചടങ്ങുകൾ നടക്കാനും നല്ല കാലമാണ്. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കർമ്മമണ്ഡലം തിളങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ഭാഗ്യം നിങ്ങളെ തേടിയെത്തും. നമ്മുടെ അടുത്ത ഭാഗ്യരാശി വൃശ്ചികമാണ്. വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളിൽ ജനിച്ച വൃശ്ചികം രാശിക്കാർക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങളും വലിയ നേട്ടങ്ങളുമാണ് ശുക്രൻ സമ്മാനിക്കാൻ പോകുന്നത്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ഗുണഫലങ്ങൾ വന്നു ചേരും. വിദേശയാത്രയ്ക്കുള്ള അവസരങ്ങൾ, പുതിയ വാഹനം വാങ്ങാനുള്ള യോഗം എന്നിവയൊക്കെ കാണുന്നു. ഭൂമി വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഏറ്റവും അനുകൂലമായ സമയമാണ്. ഇടപാടുകൾ ലാഭകരമായിരിക്കും. സാമ്പത്തികമായി വലിയ അഭിവൃദ്ധി നേടുന്ന ഒരു സമയമാണ്. പല വഴികളിലൂടെ ധനവരവ് ഉണ്ടാകും. ഇത് നിങ്ങളുടെ ജീവിത നിലവാരം തന്നെ ഉയർത്തുവാൻ സഹായിക്കും. ചെറിയ സാമ്പത്തിക പദ്ധതികൾ ആരംഭിക്കുവാൻ സാധിക്കുന്നത് ഭാവിയിലേക്ക് ഒരു മുതൽക്കൂട്ടാകും. വിവാഹത്തിന് നേരിട്ടിരുന്ന തടസ്സങ്ങളെല്ലാം പൂർണ്ണമായി മാറും. മനസ്സിൽ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട് സമാധാനവും സന്തോഷവും സ്നേഹവും നിറയും. ഇതുവരെ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കും ഒരു അവസാനമാകും. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറയുന്ന ഒരു കാലഘട്ടമാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിലും നല്ല പുരോഗതി കാണുവാൻ സാധിക്കും. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വഴിത്തിരിവിന്റെ കാലമാണ്. ജീവിതം ഒരു പുതിയ ദിശയിലേക്ക് നീങ്ങുവാൻ തുടങ്ങും. ഭാഗ്യവും നന്മകളും നിറഞ്ഞ ഒരു കാലഘട്ടമാണ്. അഞ്ചാമത്തെ രാശിയായ മകരം രാശിക്കാർക്ക് ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രങ്ങളിൽ ജനിച്ച മകരം രാശിക്കാർക്ക് തടസ്സങ്ങൾ മാറി സർവകാര്യവിജയം നേടുവാൻ സാധിക്കുന്ന സമയമാണ്. നിങ്ങളെ അലട്ടിയിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും പൂർണ്ണമായി മുക്തി നേടുവാൻ സാധിക്കും. കടബാധ്യതകൾ കുറച്ചുകൊണ്ടുവരാനും സാമ്പത്തികമായി സ്വതന്ത്രരാകുവാനും സാധിക്കും. കേസ്, കോടതി വ്യവഹാരങ്ങളിൽ അനുകൂലമായ വിധി സമ്പാദിക്കുവാൻ സാധിക്കും. അനാവശ്യമായ എതിർപ്പുകളും ശത്രുതയും ഇല്ലാതാകും. തൊഴിൽ രംഗത്ത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള മാറ്റങ്ങൾ വരുന്നതാണ്. ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കും. പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുവാൻ സാധിക്കും. അത് വലിയ വിജയമാവുകയും ചെയ്യും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴികൾ തുറന്നു കിട്ടും. ഭൂമി, വാഹനം തുടങ്ങിയ ഭൗതിക സുഖ സൗകര്യങ്ങൾ വന്നു ചേരുവാൻ യോഗമുണ്ട്. പൂർവിക സ്വത്ത് ലഭിക്കുവാനും ഇടയുണ്ട്. ഇത് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത വർദ്ധിപ്പിക്കും. സന്താനങ്ങളെ കൊണ്ട് സന്തോഷവും അഭിമാനവും ഉണ്ടാകും. അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വലിയ പുരോഗതി കാണുവാൻ സാധിക്കും. വിദേശത്ത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിന് അവസരം വന്നുചേരും. വിവാഹ ആലോചനകൾ സഫലമാകും. മകരം രാശിക്കാർക്ക് ജീവിതത്തിലെ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് വിജയത്തിലേക്ക് കുതിക്കുവാൻ സാധിക്കുന്ന ഒരു ഉത്തമ കാലഘട്ടമാണ്.
കുംഭം രാശി അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രങ്ങളിൽ ജനിച്ച കുംഭം രാശിക്കാർക്ക് എല്ലാ മേഖലകളിലും പുരോഗതിയും അപ്രതീക്ഷിതമായ നന്മകളുമാണ് ശുക്രൻ നൽകുന്നത്. മനസ്സിന് പൂർണ്ണമായ സമാധാനവും സന്തോഷവും ലഭിക്കുന്ന സമയമാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറി ശരീരത്തിന് ഉന്മേഷവും കരുത്തും ലഭിക്കും. പോസിറ്റീവ് എനർജി നിങ്ങളിൽ നിറയും. കർമ്മരംഗത്ത് വലിയ ഉയർച്ചയും അതിലൂടെ ധനലാഭവും ഉണ്ടാകും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് പുരോഗതിയുടെ സമയമാണ്. ജോലി മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ജോലി ലഭിക്കും. പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുവാനും അത് വിജയത്തിലേക്ക് എത്തിക്കുവാനും സാധിക്കുന്ന സമയമാണ്. സ്വന്തമായി ഒരു വീട്, ഒരു തുണ്ടു ഭൂമി എന്ന നിങ്ങളുടെ ചിരകാല സ്വപ്നം സഫലമാകും. മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണം പൂർത്തിയാക്കി താമസം മാറുവാനും സാധിക്കും. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ട് സ്നേഹവും ഐക്യവും വർദ്ധിക്കും. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുയോജ്യനായ പങ്കാളിയെ ലഭിക്കുകയും മംഗളകരമായി വിവാഹം നടക്കുകയും ചെയ്യും. സാമ്പത്തികമായി നിലനിന്നിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും മാറും. എല്ലാ മേഖലകളിലും ഒരുപോലെ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കും. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതം സർവ്വ ഐശ്വര്യപൂർണമാകുന്ന ഒരു കാലഘട്ടമാണ്. ഒക്ടോബർ 9 മുതൽ സംഭവിക്കുന്ന ശുക്രന്റെ ഈ രാശിമാറ്റം ഇടവം, മിഥുനം, കന്നി, വൃശ്ചികം, മകരം, കുംഭം എന്നീ 6 രാശിക്കാർക്ക് നൽകുന്ന അത്ഭുതകരമായ ഗുണഫലങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. ഈ പറഞ്ഞ രാശികളിൽ ഉൾപ്പെടാത്തവർ നിരാശപ്പെടേണ്ടതില്ല. ഓരോ ഗ്രഹമാറ്റത്തിനും എല്ലാ രാശിക്കാർക്കും അതിൻ്റെതായ ഫലങ്ങളുണ്ടാകും. ഈ 6 രാശിക്കാർക്ക് ഈ സമയം കൂടുതൽ അനുകൂലമാണെന്ന് മാത്രം. ലഭിക്കുന്ന അവസരങ്ങളെ ശരിയായി വിനിയോഗിക്കുക, കൂടുതൽ പരിശ്രമം ചെയ്യുക, പ്രാർത്ഥനയോടെ മുൻപോട്ടു പോവുക. ഈ ശുക്രമാറ്റം നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നിങ്ങളുടെ പേരും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും പ്രാർത്ഥനയിൽ ചേർക്കുന്നതായിരിക്കും. പുതിയൊരു അധ്യായമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.